ലോകത്തിൽ സംഘർഷം ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തരും സെലക്റ്റഡ് കരിയർ അല്ലാത്തതാണ് അവരെടുത്ത് സ്വീകരിച്ചതെന്നുള്ളതാണ്. ഒരാളുടെ ഹോബി തന്നെ അയാളുടെ ജീവിതത്തിന്റെ ജീവസന്ധാരണ മാർഗമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഹോബിയിൽ കൂടെ പണം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്. ഇപ്പോൾ യേശുദാസ് പാടുന്നു, യേശുദാസിന് പാടുമ്പോൾ പൈസ കിട്ടുന്നു, യേശുദാസിന്റെ ഹോബിയാണ്. യേശുദാസ് ആയിരിക്കും ലോകത്തിലെ ഏറ്റവും എൻജോയബിൾ ആയിട്ടുള്ള പ്രൊഫഷൻ ചെയ്യുന്നത്. അതുപോലെ പല പ്രൊഫഷൻ ചെയ്യുന്നവരുണ്ട്, അഭിനേതാക്കളുണ്ട്, പലരുമുണ്ട്. അവരുടെ ഹോബി, അവരുടെ ജീവിതത്തിന്റെ ഹോബി തന്നെ അവരുടെ ജീവസന്ധാനത്തിനുള്ള മാർഗമായിട്ട് മാറുമ്പോൾ അത് വളരെ നല്ല ഒരു കാര്യമാണ്. പലപ്പോഴും ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർട്ടിസ്റ്റ് ആവാനുള്ളവൻ ഡോക്ടറാകുന്നു, രാഷ്ട്രീയക്കാരൻ ആവാനുള്ളവൻ ചിലപ്പോൾ അത് വേറെന്തെങ്കിലും ആശാരിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നു, ആശാരിപ്പണി ചെയ്യേണ്ടവൻ രാഷ്ട്രീയക്കാരനായിരിക്കുന്നു. അല്ലെങ്കിൽ അവൻ്റെ സ്കില്ലിന് ചേരുന്നതും അവൻ്റെ സ്വഭാവത്തിന് ചേരുന്നതും അവൻ എൻജോയ് ചെയ്യുന്നതുമായ പ്രൊഫഷനിലായിരിക്കുന്നതുകൊണ്ടാണ് ലോകത്തിൽ പലപ്പോഴും ഈ ഒരുപാട് പ്രശ്നങ്ങൾ സംഘർഷഭരിതമായി തീരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ അവരുടെ ലെഫ്റ്റ് ബ്രെയിന് റൈറ്റ് ബ്രെയിൻ ഇങ്ങനെ ഓറിയൻറ്റേഷൻ ഉണ്ട്. ലെഫ്റ്റ് ബ്രെയിൻ എന്ന് വെച്ചാൽ മാത്സ്, അനലിറ്റിക്കൽ സ്കില്ല്, റൈറ്റ് ബ്രെയിൻ കൂടുതലാണെങ്കിൽ അവർക്ക് കലാപരമായ സ്കില്ലുകൾ. ചിലരുടെ ബ്രെയിൻ രണ്ടും, ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് ഇത് രണ്ടിലും ഫീൽഡുകളിലും പറ്റുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ഫീൽഡിനനുസരിച്ച് അവർക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അവർക്ക് ഒരുപാട് സമയം എത്ര ചെലവഴിച്ചാലും അവർക്ക് ബോറടിക്കാത്തതൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. അത് മാർക്ക് വാങ്ങുമ്പോൾ തന്നെ അറിയാം. ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് നോക്കിയാൽ തന്നെ ആ കുട്ടിയുടെ എൻജോയ്മെൻറ്റ് എന്തിനാണെന്നുള്ള അറിയും. മലയാളത്തിന് ഇപ്പം നല്ല ടോപ്പ് മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിയെ പിടിച്ച് എഞ്ചിനീയറിംഗിന് ചേർത്ത കാര്യമില്ല. അദ്ദേഹം ഒരു മലയാളം പ്രൊഫസറായി കവിതകളൊക്കെ എഴുതേണ്ട ആളായിരിക്കാം. ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റിലും അത്യുന്നതമായിട്ട് വരുന്നവരുണ്ട്. അവരെ നമുക്ക് ഒരു എക്സ്ട്രാ ജീൻസ് അതൊക്കെ വളരെ കുറച്ച് ഗിഫ്റ്റഡ് ചിൽഡ്രനായിട്ട് വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടാകത്തുള്ളൂ. അത് ചിലപ്പോൾ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. 3-4 ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് എടുക്കണം. എല്ലാ സബ്ജക്റ്റിലും മികച്ചു നിൽക്കുന്നത്. മിക്കവാറും എല്ലാവരുടെയും ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സബ്ജക്റ്റുകൾ കലാപരമായിട്ടാണ് കലാപരമായിട്ട്. ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ പലപ്പോഴും അക്കാഡമിക്കായിട്ട് വളരെ ഫെയിലിയർ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു രംഗത്തേക്ക് അദ്ദേഹം വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ തലവര തന്നെ മാറുകയാണ് ഉണ്ടായത്. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ പ്രശ്നത്തിലൊക്കെയാണ് നമ്മൾ പലതിലും വന്നിരിക്കുന്നത്. അത് നമുക്ക് പലരോടും സംസാരിക്കുമ്പോൾ അറിയാം. സ്പോർട്സ്മാൻ ആവാനുള്ളവനെ പിടിച്ച് സോഷ്യൽ വർക്ക് പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കളുടെ ഭാഗത്തും കുഴപ്പമുണ്ട്. അതിനകത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അവരുടെ ഓറിയൻറ്റേഷൻ, നമ്മുടെ ഈ ഒരു കാലത്ത് ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ള പ്രൊഫഷൻ മാത്രമൊന്നുമില്ല, എല്ലാ പ്രൊഫഷനും അതിൻ്റേതായ വിലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കുട്ടിക്ക് ഏതാണ് ഉചിതമായിട്ടുള്ള അതിലേക്ക് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ ആധുനിക ലോകത്ത് അതിനകത്ത് വളരാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. പഴയ കാലത്ത് അത്രയും ഇല്ലായിരുന്നെങ്കിലും ഈ ആധുനിക കാലത്ത് എല്ലാ രംഗങ്ങളും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ട് ഒരാൾ ഒരു കാര്യത്തിൽ എക്സൽ ആണെങ്കിൽ അദ്ദേഹത്തിന് അതിൽ എക്സൽ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിന് കരിയർ ഓറിയൻറ്റേഷൻ ഒക്കെ നമ്മൾ നൽകി ഒരു 10, 17, 18 വയസ്സുകൾക്ക് മുമ്പ് തന്നെ ഇതിനകത്തെല്ലാം ഓറിയൻറ്റ് ചെയ്തവരെ വിടുകയാണെങ്കിൽ ജീവിതത്തിൽ കലക്കങ്ങൾ വളരെ കുറവായിരിക്കും. അവർ എൻജോയ് ചെയ്ത് അവരുടെ പ്രൊഫഷൻ ചെയ്യും. മിക്കവാറും അവരുടെ ഹോബി തന്നെ അവർ സെലക്ട് ചെയ്ത് അവരുടെ പ്രൊഫഷൻ ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരു ലോകത്തിലെ ഒരു വലിയ കുഴപ്പമാണ്. അവനവന് എന്ത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നു അതിൽ എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാളുടെ ജീവസന്ധാരണ മാർഗ്ഗമൊക്കെ ആയിട്ട് ഫുൾ ടൈം മുഴുകുന്ന ഒരു കാര്യമാണ് അവൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ